സോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ സർവീസ്, അതായത് മേട്ടുപ്പാളയം ഊട്ടി റെയിൽവേ സർവീസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം ഇത് ആക്ച്വലി ഈ സ്റ്റേഷൻ കൂനൂറാണ്. അപ്പം ഇതിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പം മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടി, പിന്നെ ഊട്ടി ടു മേട്ടുപ്പാളയം, ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിൻ സർവീസ് ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേഷനാണ് കൂനൂർ, വെല്ലിംഗ്ടൺ സ്റ്റേഷനൊക്കെ. അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും ഞാൻ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പം ഈ ഒരു നീലഗിരി റെയിൽവേ സർവീസിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. 1854 ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ആരംഭിച്ചത്, അതിനുള്ള തുടക്കമിട്ടത്. പിന്നെ 2005 ജൂലൈയിലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ യുനെസ്കോയുടെ ഒരു ലിസ്റ്റിൽ ഈ ഒരു ട്രെയിൻ സർവീസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സീ ലെവലിൽ നിന്നും 336 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്ത് നിന്നും 46 കിലോമീറ്റർ അകലെയുള്ള 2200 മീറ്റർ സീ ലെവലിൽ നിന്ന് മുകളിലുള്ള ഊട്ടിയിലേക്കാണ് ഇതിൻ്റെ യാത്ര. പിന്നെ അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക്. അപ്പം ഈ മേട്ടുപ്പാളയത്തിൽ നിന്ന് രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഊട്ടിയിൽ ഒരു 12 മണിക്ക് അവിടെ എത്തും. പിന്നെ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ഊട്ടിയിൽ നിന്ന് 2 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് മേട്ടുപ്പാളയത്ത് 5-5:30 ആകുമ്പോഴത്തേക്കും എത്തും. ഇതാണ് ഈ ഒരു ട്രെയിൻ സർവീസ്. മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്നത് ഈ ഒരു ട്രെയിൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ ട്രെയിനാണ്. അപ്പം ഈ 46 കിലോമീറ്റർ ഏകദേശം ഒരു 4.5 മണിക്കൂർ എടുത്താണ് ഇത് യാത്ര ചെയ്യുന്നത്. അതിനകത്ത് ഏകദേശം 16 ടണൽ, പിന്നെ 250 പാലങ്ങൾ, 206 വളവുകൾ, ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് ഇനി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ irctc.co.in എന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഓൾറെഡി എല്ലാം ബുക്ക്ഡായിട്ട് അത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ യാത്രയുടെ സ്റ്റാർട്ടിങ് ഞാൻ കവർ ചെയ്തെടുത്തു. പിന്നെ ഇത് പറയുന്ന പോലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയ സമയത്ത്. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ക്യാൻറ്റീൻ. അപ്പം ആ സ്റ്റേഷനിലുള്ള ക്യാൻറ്റീനാണ്. ഇവിടെ തന്നെ നമുക്ക് ഫുഡ് കിട്ടും, നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാം. പിന്നെ ഒത്തിരി സീസണൽ ടൈമാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. 2-3 മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ മെയിൻ്റെനൻസ് ചെയ്യുന്ന ഗ്യാരേജ്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 3-4 ട്രിപ്പ് കഴിഞ്ഞിട്ട് എൻജിനും പിന്നെ ബോഗിയെല്ലാം കൂടെ ഈ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടാണ് അവർ സർവീസ് ചെയ്യുന്നത്. മേട്ടുപ്പാളയത്തിനും കൂനൂറിനും ഇടയ്ക്കുള്ള റെയിൽവേയിൽ ട്രെയിൻ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ് ഓടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബൈക്കിൽ കാണുന്ന പോലെ നമ്മുടെ ചെയിനും പിന്നെ ഒരു ഗിയർ ടൈപ്പ് മെഷീനുണ്ടല്ലോ, ഗിയറിൻ്റെ പല്ലുകളുള്ള ആ ഒരു മെഷീൻ ടൈപ്പ് ഗിയർ മോഡൽ രീതിയിലാണ് ഇതിപ്പം ഓടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ കയറ്റത്തിലോട്ടൊക്കെ വണ്ടി പോകണമെങ്കിൽ ആ സിസ്റ്റമാണ് അവർ പണ്ട് പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീം എഞ്ചിൻ തന്നെയാണ് ട്രെയിനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ട്രെയിൻ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു 8000 ലിറ്റർ വെള്ളമെങ്കിലും സർവീസ് നടത്താൻ വേണ്ടിയിട്ട് വേണ്ടി വരും. ഈ അടുത്ത ചില എഞ്ചിനുകൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫർണസ് ഓയിൽ കൺവേർട്ട് ചെയ്ത് സ്റ്റീമാക്കി മാറ്റുന്ന ഒരു മെത്തഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്വിസ് ലോക്കോമോട്ടീവ് കമ്പനിയാണ് ആ ഒരു എൻജിൻസുകളെല്ലാം ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട്. റെയിൽവേ പാളത്തിന് നടുവിലായിട്ട് ഒരു പൽചക്രമുണ്ട്. അപ്പം അതൊരു നമ്മുടെ ഗിയറിൻ്റെ മോഡലിലെ പല്ലുകളായിട്ടുള്ള ഒരു തരം ചക്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് റെയിൽവേ ഈ ഒരു ട്രെയിനിൻ്റെ ടയേഴ്സുമായിട്ട് ആ ഒരു ചക്രത്തിൽ ഒരു ലോക്കായിട്ടാണ് അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഈ മലയിലൊക്കെ ട്രെയിൻ കയറുന്നത്. അങ്ങനെ ഒരു റാക്ക് ആൻഡ് പീനിക് മെത്തേഡ് എന്ന് പറയും. ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിന് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഓടുന്ന ട്രെയിൻ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലാണ്. അപ്പം ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത് എൻ്റെ ഗോഡൗണും കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിൻ വന്നു തുടങ്ങി. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ വന്ന് പതുക്കെ പാളത്തിലോട്ട് എത്തിയ സമയം കൊണ്ട് ഞാൻ പതുക്കെ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി. എന്തായാലും നല്ലൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും പതുക്കെ ട്രെയിനിൻ്റെ അകത്ത് കയറി. ഇനി ട്രെയിനിൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഫ്രണ്ട്സ്, അപ്പം ഞാനിങ്ങനെ ട്രെയിനിൻ്റെ അത് കയറിയിരിക്കുകയാണ്. ട്രെയിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് ഈ ഒരു ട്രെയിൻ യാത്ര. അപ്പം മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയുള്ളത് ഒരു കാട്ടിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് കുത്തനുള്ളൊരു കയറ്റമാണ്.
പിന്നെ കൂന്നൂർ മുതൽ ഊട്ടി വരെ ഈ പറയുന്നുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലും പിന്നെ കാടുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും. ഭയങ്കര നല്ലൊരു സീനിക് അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് ഫീൽ ആവുന്നത്. കിടിലം സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് പോകുന്ന വഴിയിൽ മൃഗങ്ങളെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേഷൻസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വെല്ലിംഗ്ടൺ സ്റ്റേഷൻ, അങ്ങനെ കുറച്ച് സ്റ്റേഷൻസൊക്കെ ഇടയ്ക്കുണ്ട്. അവിടെയൊക്കെ ട്രെയിൻ നിർത്താറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ നീലഗിരി കാടുകളുടെ ഇടയിൽ കൂടെയുള്ള നല്ലൊരു എന്താ പറയുക, ആ ഒരു മണം തന്നെ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഈ മേട്ടുപ്പാളയം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റീം എഞ്ചിൻ വെച്ചിട്ടാണ് വണ്ടി യാത്ര ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം പിന്നോട്ട് കഴിഞ്ഞാൽ പിന്നെ കൂണൂർ കഴിഞ്ഞാൽ പിന്നെ മലയോരമാണ്, അതായത് കേറ്റത്തിൽ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ മുകളിലോട്ട് കയറുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും, ഒരു സൈഡ് ഫുള്ളും കാടും ഒരു സൈഡ് ഫുള്ളും ഗ്രാമങ്ങളാണ്. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു ട്രെയിൻ യാത്ര. സോ നമ്മളിപ്പം ഏറ്റവും മെയിൻ കാര്യം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ നമ്മൾ റിട്ടേണും കൂടെ ബുക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയപ്പോഴത്തേക്ക് റിട്ടേൺ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എന്തോ ലക്കിനാണ് എനിക്ക് ടിക്കറ്റ് തിരിച്ച് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി തന്നെ ഇങ്ങ് പോരുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഇപ്പോൾ ഊട്ടി വരുവാണെങ്കിൽ ട്രെയിൻ യാത്രയും കൂടെ ചെയ്തിരിക്കാം. എല്ലാവരും നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ലൈഫ് ഫുൾ എൻജോയ് ചെയ്യാം. ഇനി പുതിയ വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ഗുഡ് ബൈ.